തുടർച്ചയായി ശമ്പളം വൈകുന്ന സാഹചര്യത്തിലാണ് പത്തനംതിട്ടയിലെ എംപാനൽ ജീവനക്കാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ബുധനാഴ്ച ഒരു വിഭാഗം എംപാനൽ ഡ്രൈവർമാരും കണ്ടക്ടർമാരും മിന്നൽ പണിമുടക്ക് നടത്തിയത്. പണിമുടക്കിൽ പങ്കെടുത്ത 51 എംപാനൽ ജീവനക്കാരെയാണ് ഇപ്പോൾ പുറത്താക്കിയത്. കൊല്ലം സോണൽ ഓഫീസിൽ നിന്നുമാണ് ഉത്തരവ് പുറത്തിറങ്ങിയത്. സമരത്തിൽ പങ്കെടുത്ത ബാക്കിയുള്ളവർക്ക് നേരെയും നടപടിയുണ്ടാകുമെന്നാണ് സൂചന. പണിമുടക്ക് നടത്തിയതിനെ തുടർന്ന് 40ഓളം സർവീസുകൾ തടസ്സപ്പെട്ടിരുന്നു. ഇതാണ് പെട്ടെന്നുള്ള നടപടിക്ക് കാരണമായത്. ദീർഘദൂര സർവീസുകളാണ് മുടങ്ങിയവയിലേറെയും. അതേസമയം പുറത്താക്കിയവരെ തിരിച്ചെടുത്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധങ്ങൾ നടത്താനാണ് ഇവരുടെ തീരുമാനം. ഞങ്ങൾക്ക് സെപ്റ്റംബർ മാസത്തിലെ ശമ്പളം ഇന്ന് ഇപ്പം 8-ാം തീയതി ആയിട്ടും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഇനിയിപ്പം ബസ് തടയുന്ന ഉൾപ്പെടെയുള്ള സമരപരിപാടികളായിട്ട് മുമ്പോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. 3-ാം തീയതിക്ക് മുമ്പായി ഇവരുടെ ശമ്പളം നൽകേണ്ടതാണ്. എന്നാൽ ഇത് പലപ്പോഴും 15-ാം തീയതി വരെ നീണ്ടുപോകുകയാണ് പതിവ്. എന്നാൽ ശമ്പളം ചോദിച്ചാൽ താൽക്കാലികക്കാരാണെന്ന് പറഞ്ഞ് ഇവരെ തടയുന്നതായും പരാതിയുണ്ട്. പത്തനംതിട്ടയ്ക്ക് പുറമെ ചേർത്തലയിലും സർവീസുകൾ മുടക്കി സമരം നടത്തിയിരുന്നു. വ്യാഴാഴ്ച വിഷയത്തിൽ തീരുമാനമെടുക്കാൻ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. എന്തായാലും ശബരിമല തീർത്ഥാടന കാലം അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രശ്നത്തിൽ ഉടൻ പരിഹാരം കാണണമെന്നാണ് യൂണിയനുകൾ പറയുന്നത്. മീഡിയ 1 പത്തനംതിട്ട.